അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. കൊത്തി മുറത്തിൽ കയറി കൊത്തുക എന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു വെള്ളാപ്പള്ളി. CPM-ന്റെ മുകളിൽ കയറി കൊത്തി അവസാനം CPIM നേതാക്കൾക്ക് എതിരെ തന്നെ കൊത്തൽ തുടങ്ങിയപ്പോൾ ഇതാ തള്ളിപ്പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളിയെ. പടിയടച്ച് പിണ്ടം വെച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. AN ഷംസീർ മുസ്ലിം ലീഗുകാരനാണ് എന്നാണ് വെള്ളാപ്പള്ളി പരാമർശിച്ചത്. മുസ്ലിം എന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതൊരു വിമർശനമായി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് എന്ന് പ്രയോഗിച്ചത് വെള്ളാപ്പള്ളി എന്ന് വെള്ളാപ്പള്ളിയെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് നിൽക്കാൻ CPM-ന് കഴിയില്ല. അങ്ങനെ നിന്നാൽ CPM-ന് അത് വലിയ തിരിച്ചടിയായി മാറും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ്. വെള്ളാപ്പള്ളിയെ കൊണ്ട് നടന്നതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായ ഒരു കാരണം. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി CPM നേതാക്കൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞു CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം CPIM-ന്റെ മുതിർന്ന നേതാവായ പിണറായി വിജയനും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കേൾക്കാം രണ്ടുപേരുടെയും വാക്കുകൾ. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPM-ലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുൻ സ്പീക്കറായിട്ടുള്ള കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPM-ന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്കതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ വിളിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല. എങ്ങനെയാന്ന് ഊക്കണമെന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ എന്താ ഈ ഊക്ക് പറയേണ്ടത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളിയാ. ഞാൻ എൻ്റെ ഊക്കിലല്ലേ പറയാ. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP നേതാവ് AN ഷംസീർ എന്ന് പറയുന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറോട് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ലീഗിൻ്റെ പ്രയോഗമൊന്നും നടത്താൻ പറ്റുന്ന ഒന്നല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. മതി ഊക്ക്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഒരു വർഗീയവാദികളുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾക്ക് ഉപയോഗിക്കുന്ന അതേ ഭാഷയിലാണോ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വരുന്നത്? മുസ്ലിം നാമം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അയാൾ പറയുന്നത്. അല്ല, അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല. അതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിനനുസരിച്ച് അദ്ദേഹത്തെ ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാഴ്സിയുണ്ട്, ഒന്നും അല്ലാത്തവരുണ്ട്. ഒരു മതത്തിലും പെടാത്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്തവരും എല്ലാം ചേർന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും ഒരാളെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച്
അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. ആ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അതാണ് ഒരു കാര്യം. നാമധാരി ആയതുകൊണ്ട് പറയുന്ന ആ നിലപാട് വർഗീയമാണോ എന്നാണ് ചോദിച്ചത്. അത് കുറച്ചും കൂടി ആലോചിച്ച് പറയാം. കുറച്ചും കൂടി ആലോചിച്ച് പറയാം. നിങ്ങൾ ഇത് പത്ര വർഗീയ പരാമർശമാണെങ്കിൽ വർഗീയ പരാമർശമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇവിടെ വർഗീയല്ല, ഇവിടെ ലീഗാ പറഞ്ഞത്. ലീഗ് വർഗീയമാണോ? ലീഗിനെ വർഗീയ പാർട്ടിയുടെ പട്ടികയിലാണ്. ലീഗിന് വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ട്. അല്ലാണ്ട് ഈ വർഗീയ പാർട്ടിയുടെ പട്ടികയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു പാർട്ടിയല്ല. എന്താ അറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി വെറുതെ വർത്തമാനം വേണ്ടെന്ന കാര്യം. പക്ഷേ ഇഡിയുടെ നടപടിയിലെ